വർഷം കുൽമാൻ സാഹിബ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയാണ്. കാരണം വെച്ചാൽ സൗദി നാഷണൽ KMCCയുടെ പ്രസിഡന്റാണ് സാറ്. അപ്പോ എങ്ങനെയാണ് ഈ നമ്മുടെ പ്രവർത്തകരൊക്കെ എങ്ങനെയാണ് അതിന് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ അച്ചടി സ്വീകരിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനത്തിന് ഇരിക്കുന്നതല്ല പ്രശ്നം. നമ്മള് വർഷങ്ങളായി സേവനത്തിനുണ്ടാകുമ്പോൾ വർഷങ്ങളായി മക്ക KMCCയുടെ പ്രസിഡന്റായി ഈ ഹജ്ജ് സേവന രംഗത്ത് നമ്മൾ സജീവമാണ്. ഈ പ്രാവശ്യം സൗദി നാഷണൽ KMCCയുടെ പ്രസിഡന്റ് എന്നതിലുപരി നമ്മുടെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിൽ വളണ്ടിയർമാർ ഇപ്പൊ സൗദിയുടെ വിവിധ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണ്. മക്കയിലെ 1000-ഓളം വരുന്ന 800 വളണ്ടിയർമാർ, സ്ഥിരം വളണ്ടിയർമാർ നമുക്കുണ്ട്. ഈ 800 വളണ്ടിയർമാരും നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന വളണ്ടിയർമാരാണ്. അതിൽ ഒരു മാറ്റമില്ല. ഇന്ന സ്ഥലത്തേക്ക് ആളുകൾ എത്തണം എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തേക്ക് ഏത് പാതിരാത്രിയാണെങ്കിലും അവര് റൂമിനകത്ത് കടന്നുറങ്ങുകയാണെങ്കിലും നമ്മളെ വോയിസ് കേട്ട ആളുകളാണ് എന്താവും ഓടി വരും. അത് ഇന്നലെ പോലും നമുക്ക് അനുഭവം ഉണ്ടായി. ഇന്നലെ രാത്രി ഹജ്ജ് കഴിഞ്ഞിട്ട് ഏകദേശം 15 ദിവസത്തോളമായി. ഇതുവരെയും ഹജ്ജിന്റെ തോഫും സൈൻ ചെയ്യാത്ത ആളുകൾ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി സുഖമില്ലാത്ത ആളുകളും റൂമിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ രാത്രി കുഞ്ഞാപ്പ എന്നോട് ഒരു മെസ്സേജ് ഇട്ടു. നമ്മള് വീൽ ചെയർ വിങ്ങിന്റെ കുഞ്ഞാപ്പ മെസ്സേജ് ഇട്ടു, ഇങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ നമുക്ക് ആർമിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ്, അവരെ തോഫും സൈൻ ചെയ്യിക്കണം, അതുപോലെ തന്നെ അവർക്ക് ആർമിയിലേക്ക് പോകാൻ വണ്ടി വേണമെന്നാണ്. ഞാൻ ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് ഇട്ടുള്ളൂ. അപ്പോഴത്തേനും ആളുകൾ എന്തായി, ഉറങ്ങാൻ കിടന്ന ആളുകൾ വരെ എണീറ്റ് ഓടി വന്നു. അപ്പൊ അത്തരത്തിൽ ആത്മാർത്ഥമായിട്ട് അവരൊന്നും പൈസ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊന്നും ആഗ്രഹിച്ചിട്ടോ അല്ല, ആത്മാർത്ഥമായിട്ട് ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യുക, അള്ളാഹിന്റെ അതിഥികൾക്ക് സേവനം ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവരൊക്കെ അതിൽ സേവന രംഗത്തുള്ളത്. അത് ഏത് പാതിരാത്രിയിലാണെങ്കിലും നട്ടുച്ച വെയിലാണെങ്കിലും അവര് റെഡിയാ. സുബൈക്ക് 5 മണിക്ക് അവരിപ്പോ ഹാജിമാര് മദീനയിലേക്ക് പോണ ഹാജിമാരെ യാത്രയാക്കാൻ വേണ്ടി ചായ ഉപ്പുമായിട്ട് റെഡിയാ. നമ്മളെ വളണ്ടിയർ ക്യാപ്റ്റൻ മുസ്തഫ മുഞ്ഞക്കുളത്തിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മക്ക KMCCയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് നാസർ കിൻസാരിയുടെ നേതൃത്വത്തിലുള്ള ടീം, ആ ടീം എല്ലാ ബിൽഡിങ്ങിലും രാവിലെ എത്താണ്. രാവിലെ 5 മണിക്ക് അവരെന്താവും ചായ ഉപ്പുമായിട്ട് എത്താണ്. അതുപോലെ തന്നെ മറ്റൊരു ടീം ഉച്ചയാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്, ഉച്ചക്ക് പോണ ആളുകൾക്കുള്ള ചോറും കറിയിട്ട് എത്താണ്. അതൊന്നും ഒരു ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രവർത്തകന്മാർ ആവേശമാണ്. നമ്മളില്ലെങ്കിലും അത് പ്രവർത്തകന്മാർ ഏറ്റെടുത്തു. നമ്മളൊരു നിർദ്ദേശം കൊടുത്താൽ മതി, ബാക്കി അവരെന്താവും. നമ്മുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ല എന്നല്ല പ്രശ്നം. നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യം ചെയ്യുന്ന നിർദ്ദേശം നമ്മുടെ വളണ്ടിയർമാര് ഒരാൾ പോലും, അത് ചെറിയ കുട്ടി മുതൽ വലിയ ആള് വരെ ഒരാൾ പോലും ഇല്ല, ഒരാളും അച്ചടക്കം ഇല്ലാതെ പ്രവർത്തിക്കുന്നില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പരസ്പരം അഭിപ്രായ വ്യത്യാസമില്ലാതെ വളരെ ബഹുമാനത്തോടും സൗഹൃദ വലയത്തിലാണ് എല്ലാം ഉള്ളത്. ഹാജിമാരെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നാണ് അവർക്ക് ലക്ഷ്യം. എല്ലാ ലക്ഷ്യം ഹാജിമാരെ അങ്ങേയറ്റം സ്നേഹിക്കുക, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരെ ലക്ഷ്യമുള്ളത്.